ആയുർവേദ മരുന്ന് കഴിക്കുന്ന എല്ലാവരുടെയും ഒരു സംശയമാണ്, ആയുർവേദ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ കരൾ കേടാവുമോ അല്ലെങ്കിൽ കരളിന് എന്തെങ്കിലും അസുഖങ്ങൾ വരുമോ? മരുന്നുകളല്ല നമ്മൾ എന്ത് ഭക്ഷിച്ചാലും അതിൻ്റെ പ്രോസസ്സിങ് കരളിലാണ് നടക്കുക. ആമാശയത്തിൽ വെച്ച് അതിന് ദഹനം സംഭവിക്കുന്നെങ്കിലും അതിൻ്റെ പ്രോസസ്സിങ്, അതായത് അതിൻ്റെ ആവശ്യമുള്ള ഭാഗവും ആവശ്യമില്ലാത്ത ഭാഗങ്ങളും, അതായത് അതിൻ്റെ ടോക്സിൻസും അതുപോലെ അതിൻ്റെ ന്യൂട്രിയൻസും ഒക്കെ വേർതിരിക്കുന്നത് കരളിൽ വെച്ചിട്ട് തന്നെയാണ്. മരുന്നുകൾക്ക് മാത്രം പ്രത്യേകമായിട്ട് അത് കരളിലൂടെ മാത്രമായി പോകണമെന്നില്ല. നമ്മൾ എന്ത് ഭക്ഷിച്ചാലും അതിൻ്റെ പ്രോസസ്സിങ് നടക്കുന്ന ഒരു ഫാക്ടറി തന്നെയാണ് ലിവർ, കരൾ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് മരുന്നുകൾക്ക് ഇത്രയും പ്രാധാന്യം വന്നത്? കരളിന് അത് ടോക്സിക് ആകുമോ, ഹെപ്പാറ്റോ ടോക്സിക് ആണോ, അല്ലെങ്കിൽ കരളിന് എന്തെങ്കിലും കേടുപാടുകൾ ഈ മരുന്ന് കഴിക്കുന്നത് കൊണ്ട് ഉണ്ടാകുമോ? ആഹാരവും മരുന്നും തമ്മിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വേർതിരിവ് വന്നിരിക്കുന്നത്? അതായത് ആയുർവേദത്തിൻ്റെ ബേസിൽ തന്നെ ഇത് പറയുന്നുണ്ട്. വീര്യപ്രധാനമാണ് ഔഷധം, രസപ്രധാനമാണ് ആഹാരം. വീര്യപ്രധാനം എന്ന് വെച്ചാൽ പൊട്ടൻ്റായിട്ടുള്ള ഹെർബൽസ്, അതായത് പൊട്ടൻ്റായിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് മരുന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. അത്രയും പൊട്ടൻസി അതിനുണ്ട്. അതുകൊണ്ടാണ് വീര്യപ്രധാനമാണ് ഔഷധം എന്ന് പറഞ്ഞിരിക്കുന്നത്. രസപ്രധാനമാണെന്ന് വെച്ചാൽ നമുക്ക് കഴിക്കുമ്പോൾ രസം ഉള്ള സാധനങ്ങളാണ് അധികവും ആഹാരം. അതിൻ്റെയൊക്കെ പലതരത്തിലുള്ള റിസർച്ചുകൾ നടത്തിയിട്ടാണ് ആഹാരവും മരുന്നും വേർതിരിച്ചിട്ട് നമുക്ക് ഇത്ര കാലങ്ങളായിട്ട് നൂറ്റാണ്ടുകളായിട്ട് നമ്മൾ ഭക്ഷണ രീതി വലിയ മാറ്റമൊന്നുമില്ലാതെ ബേസിക്കായിട്ട് നമ്മുടെ കേരളത്തിലെ, അതായത് നമ്മുടെ ഇന്ത്യയിലും ഒക്കെ ഒരു ബേസിക് ഫുഡ് കൾച്ചർ ഉണ്ട്. അതിന് വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ബാക്കിയുള്ള രാജ്യങ്ങളുടെ ഭക്ഷണം വന്നു എന്നല്ലാതെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള കൾച്ചർ ഇതുവരെ മാറിയിട്ടില്ല. ഒരു കറി ഉണ്ടാക്കുക എന്ന് വയ്ക്കുക, ഒരു അവിയൽ ഉണ്ടാക്കുക എന്ന് വയ്ക്കുക. അപ്പം എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന അവിയൽ ഞാനിടുന്ന വെജിറ്റബിൾസ് തന്നെ ആയിക്കോണമെന്നില്ല അടുത്ത വീടുകളിലും ഉണ്ടാക്കുന്ന അവിയലിന്. പലതരം വെജിറ്റബിൾസും ചേർത്തിട്ടാണ് ഓരോ കറികളും ഓരോ ആഹാര സാധനങ്ങളും ഉണ്ടാക്കുന്നത്, അല്ലേ? ഓരോ വെജിറ്റബിളിലും 100,000 മൂലകങ്ങൾ അടങ്ങിയിട്ടുണ്ട്, അല്ലേ? വെണ്ടയ്ക്കയിലും മുരിങ്ങക്കയിലും ഒരേ കെമിക്കൽസോ ഒരേ ന്യൂട്രിയൻസോ ഒരേ കലോറിയോ അല്ല, ഓരോന്നിനും വ്യത്യസ്തമാണ്. ഇതെല്ലാം കമ്പൈൻ ചെയ്തിട്ട് എന്താണ് ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ ഇതുവരെ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ടില്ല. അതിൻ്റെ ആവശ്യമില്ല. കാരണം അത് നൂറ്റാണ്ടുകളായിട്ട് അത് ഉപയോഗിക്കുന്നുണ്ട്. അത് മനുഷ്യന് ഒരു കുഴപ്പവും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതുപോലെ തന്നെ ആയുർവേദ ശാസ്ത്രവും നൂറ്റാണ്ടുകളുടെ പരീക്ഷണങ്ങൾ, അന്നത്തെ സയൻറ്റിസ്റ്റുകൾ, അതായത് അന്നത്തെ ആചാര്യന്മാർ, അന്നത്തെ സയൻറ്റിസ്റ്റുകൾ ഇതെല്ലാം അന്നത്തെ ടൂൾസ് ഉപയോഗിച്ച് പരീക്ഷിച്ച് അവരുടെ പരീക്ഷണശാലയിൽ മരുന്നുകൾ ഉണ്ടാക്കി ഓരോ മരുന്നിനും ഈ മരുന്ന് കഷായം വച്ചാലാണ് ഇതിൻ്റെ ആക്ഷൻ, ഇന്ന മരുന്ന് ഇത് നെയ്യാക്കിയാലാണ് ഇതിൻ്റെ ആക്ഷൻ, ഇന്ന മരുന്നുകൾ ഇതിന് അരിഷ്ടമാക്കിയാലാണ് അതിൻ്റെ ആക്ഷൻ, ഇന്ന മരുന്നുകൾ ഗുളികയാക്കിയാലാണ് അതിന് ആക്ഷൻ ഉണ്ടാകുക, ഇന്ന മരുന്നുകൾ അത് പൊടിച്ചാലാണ് അതിന് ആക്ഷൻ ഉണ്ടാകുക. ഇങ്ങനെ ഓരോ ഫോർമുലേഷൻസ് ആയിട്ട് നമ്മുടെ മരുന്നുകളെയൊക്കെ തരംതിരിച്ചിട്ടുണ്ട്. അതല്ലാതെ ഒരു ആയുർവേദ മരുന്ന് എന്ന് പറഞ്ഞാൽ കുറേ പച്ചിലകൾ അവിടെ നിന്ന് ഇവിടെ നിന്ന് എടുത്ത് ഇടിച്ച് പിഴിഞ്ഞ് നീരാക്കി കുടിച്ചാൽ അത് ആയുർവേദമല്ല. അതിനെ ആയുർവേദ മരുന്നെന്ന് പറയാനും പറ്റില്ല. ഏതൊക്കെ മരുന്നുകളോട് കൂടി ചേർന്നിട്ട് ഏത് ഫോർമുലേഷൻ ആക്കണം എന്ന് വ്യക്തമായിട്ട് ഈ ഗ്രന്ഥങ്ങളിൽ അന്നത്തെ സയൻറ്റിഫിക് ബുക്സിൽ എഴുതി വച്ചിട്ടുള്ളതിൻ്റെ ബേസിലാണ് ഓരോ മരുന്നുകളും ഉണ്ടാക്കുക. അതിൽ പിന്നെ റിസർച്ചുകൾ കൊണ്ടുവന്നിട്ടാണ് ബാക്കിയുള്ള തുടർച്ച, അതിൻ്റെ റിസർച്ച് പിടിച്ചു വന്നിട്ടാണ് ബാക്കി ഇപ്പോൾ കാണുന്ന മാർക്കറ്റിൽ കിട്ടുന്ന നമുക്ക് ന്യൂ ഡോസേജ് ഫോംസ് എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അതായത് ഘൃതത്തിന് അത് ക്യാപ്സുലേറ്റ് ചെയ്തു കഴിക്കാൻ എളുപ്പത്തിനായിട്ട്, അതിൻ്റെ പൊട്ടൻസി കൂട്ടാനുള്ള കാര്യങ്ങൾ ചെയ്തു. മെറ്റൽ ടോക്സിറ്റി, ഹെവി മെറ്റൽ ടോക്സിറ്റി, ഓരോ ഡ്രഗിനെയും എങ്ങനെയൊക്കെയാണ് ഹെവി മെറ്റൽ ടോക്സിറ്റി ടെസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ള പുതിയ സ്റ്റാൻഡേർഡൈസേഷൻ വന്നു. ഇതിൻ്റെ എല്ലാ സേഫ്റ്റി മെഷേഴ്സ് കാലാകാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും കരളിനെ ബാധിക്കുന്നതോ അതല്ലെങ്കിൽ ഒരാളുടെ ലിവറിനെ നശിപ്പിക്കണം, ഹെപ്പാറ്റോ ടോക്സിക് ആക്കണം എന്ന് വിചാരിച്ചിട്ടാണോ ഈ റിസർച്ചുകളൊക്കെ നടക്കുന്നത്? അതല്ല. ഇതിനൊരു ബേസ് വേണം എന്ന് വിചാരിച്ചിട്ടാണ് അന്നത്തെ റിസർച്ച് എവിടെ ബാക്കി വെച്ചോ അതിൻ്റെ തുടർച്ചയായിട്ട്
റിസർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിലെല്ലാം കെമിക്കൽസ്, മൂലകങ്ങളും ബാക്കിയുള്ള ആഹാര സാധനങ്ങളിലെ എല്ലാ ഓർഗാനിക് കോമ്പൗണ്ടിലും ഉണ്ടാകുന്ന അതേ സാധനങ്ങൾ തന്നെയാണ് ആയുർവേദ മരുന്നുകളിലും ഉണ്ടാകുക. അപ്പോൾ ഇതിൻ്റെ കോമ്പിനേഷൻ വരുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നുള്ളതിൻ്റെ ആണ് ഇപ്പോൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാ കോമ്പൗണ്ട്സും നമുക്ക് ആവശ്യമില്ല. കഷായം വയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന കമ്പോണൻസ് ആയിരിക്കില്ല അരിഷ്ടം ആക്കുമ്പോൾ അതിന്ന് ഇറങ്ങി വരിക. ഇതിൻ്റെ ആക്റ്റീവ് പ്രിൻസിപ്പിൾ വെള്ളത്തിലാണ് നമുക്ക് കിട്ടുക. അതുകൊണ്ടാണ് അതിനെ കഷായം ആക്കുന്നത്. അത് നെയ്യാക്കുമ്പോൾ അതിൽ എല്ലാ ആക്റ്റീവ് പ്രിൻസിപ്പിളും നെയ്യിൽ അതിൽ ഉണ്ടാവണമെന്നില്ല. നെയ്യിൽ, അതായത് ഫാറ്റ് സോല്യൂബിൾ ആയത് മാത്രമേ നെയ്യിൽ അത് ആക്ട് ചെയ്യുള്ളൂ. അത് മാത്രമേ ശരീരത്തിൽ പ്രവർത്തിക്കുകയുള്ളൂ. ഇങ്ങനെ കാലാകാലങ്ങളിൽ റിസർച്ച് ചെയ്തിട്ടാണ് ആയുർവേദ മരുന്നുകളെല്ലാം ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വിചാരിച്ചാൽ മരുന്നിൻ്റെ ഭാഗമായിട്ടുള്ള റിസർച്ചുകളെല്ലാം നമ്മൾ അതേ കാലാകാലങ്ങളിൽ വരുന്ന ടൂൾസ് ഉപയോഗിച്ച് സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ട് തന്നെയാണ് ആയുർവേദ മരുന്നുകൾ വിപണിയിൽ ഇറക്കുന്നത്. ഇനി ഉപയോഗിക്കുന്ന ആളുകൾ സ്വീകരിക്കേണ്ട കുറച്ച് മുൻകരുതലുകളുണ്ട്. ഒരിക്കൽ ഒരു ഡോക്ടർ ഒരു പേഷ്യൻറ്റിന് കൊടുത്ത മരുന്ന് അയാളുടെ ആരോഗ്യസ്ഥിതി, അയാളുടെ ബാക്കിയുള്ള അവസ്ഥകളെല്ലാം പരിഗണിച്ചായിരിക്കും ഒരു അസുഖത്തിന് മരുന്ന് കൊടുത്തിരിക്കുക. ആയുർവേദ മരുന്നുകൾ, ഒരു കാര്യം പറയട്ടെ, ബാക്കിയുള്ള മരുന്നുകളെ പോലെ, ബാക്കിയുള്ള ശാസ്ത്രശാഖകളിലെ മരുന്നുകളെ പോലെ ഒരൊറ്റ ഇൻഗ്രീഡിയൻറ്റ് വെച്ച് ഉണ്ടാക്കുന്നതല്ല ആയുർവേദ മരുന്നുകൾ. ഒരൊറ്റ അസുഖത്തിന് മാത്രമല്ല ഒരു ആയുർവേദ ഫോർമുലേഷൻ ഉപയോഗിക്കാൻ പറ്റുക. വളരെയധികം ഫലശ്രുതി എന്ന് പറയും, വളരെയധികം ഇൻഡിക്കേഷൻസ് അതിലുണ്ട്. അപ്പോൾ ആ ഒരു മരുന്നിന് ആ ഇൻഡിക്കേഷൻ എന്ന് വെച്ചാൽ ആ ഒരു മരുന്ന് കഴിച്ചാൽ ഇത്ര അസുഖങ്ങൾ മാറും എന്നല്ല അതിനർത്ഥം. അതിനോട് കൂടെ മറ്റു മരുന്നുകളും കൂടി ചേരുമ്പോഴാണ് ഒരസുഖത്തിന് അസുഖം ഭേദമാക്കുന്നത്. അത് ആദ്യം മനസ്സിലാക്കണം. ഒരൊറ്റ കോമ്പൗണ്ടിൽ ആക്ട് ചെയ്യുന്നതല്ല ആയുർവേദം. അതൊരു യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരു മരുന്ന് മുതൽ ചിലപ്പോൾ 20-30 മരുന്നുകൾ അടങ്ങുന്ന യോഗങ്ങളും ഉണ്ടാകും. പക്ഷേ അതെല്ലാം ഒരു മരുന്നിലുള്ള എല്ലാ ആക്റ്റീവ് പ്രിൻസിപ്പിളും അല്ലെങ്കിൽ എല്ലാ കമ്പോണൻസും ആ ഫോർമുലേഷനിൽ വരില്ല. അത് കഷായമാക്കുമ്പോൾ അതിൽ വാട്ടർ സോല്യൂബിൾ ആയിട്ടുള്ള ആക്റ്റീവ് പ്രിൻസിപ്പിൾസ് മാത്രമേ അതിൽ കിട്ടുള്ളൂ. അപ്പോൾ കഷായം കുടിക്കുന്നതുകൊണ്ട് ആ മൂലകങ്ങളെല്ലാം ശരീരത്തിൽ കയറും എന്നല്ല അതിനർത്ഥം. ഒരു ചെടിയിലോ അല്ലെങ്കിൽ ഒരു ഇലയിലോ ഉള്ള വാട്ടർ സോല്യൂബിളായ കണ്ടൻറ്റ് ഏതാണോ അത് മാത്രമാണ് ആ അസുഖത്തിന് ആവശ്യം. അത് അരച്ച് ജ്യൂസാക്കി കുടിക്കുകയോ അതല്ലെങ്കിൽ അരച്ച് കഴിക്കാനോ ഉള്ള യോഗങ്ങളല്ല എല്ലാം. ഫോർമുലേഷൻ വ്യത്യാസം പെടുന്നതിനനുസരിച്ച് അതിൻ്റെ ആക്റ്റീവ് പ്രിൻസിപ്പിൾ മാറും, അതിലെ കമ്പോണൻസ് മാറും. അപ്പോൾ അങ്ങനെയാണ് ആയുർവേദ മരുന്നുകൾ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ കരളിനെ ബാധിക്കുന്നു എന്ന് പറയുന്ന ആൾക്കാർ, നിങ്ങൾ എത്ര പേര് ഒരു സർട്ടിഫൈഡ് കമ്പനിയുടെ മരുന്ന് ഉപയോഗിച്ചിട്ടുണ്ട്? ഒരു GMP സർട്ടിഫൈഡ് കമ്പനിയുടെ, അതായത് ഡ്രഗ് ലൈസൻസ് ഉള്ള മരുന്നുകളാണോ ഉപയോഗിച്ചത് എന്ന് ഉറപ്പുവരുത്തുക. രണ്ടാമത്തെ കാര്യം, ഇത് എത്ര ദിവസം കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് നോക്കുക. ഇത് എങ്ങനെയാണ് കഴിക്കേണ്ടത്, എത്ര സമയമാണ് കഴിക്കേണ്ടത്, ഏത് ഡോസിലാണ് കഴിക്കേണ്ടത്, നിങ്ങൾക്ക് എന്തെങ്കിലും ലക്ഷണങ്ങൾ ഈ മരുന്നുകൾ കഴിച്ചത് കൊണ്ട് ഉണ്ടാകുന്നുണ്ടോ എന്ന് നിങ്ങളോട് ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾക്ക് ഈ അസുഖത്തിന് ഈ മരുന്ന് കഴിച്ചത് കൊണ്ട് ഒരു ഗുണവുമില്ലെങ്കിൽ നിങ്ങളത് നിർത്തിയിട്ടുണ്ടോ? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഹെപ്പറ്റോടോക്സിറ്റി, അതായത് ലിവറിനെ ബാധിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് തന്നെ മോണിറ്റർ ചെയ്യാൻ പറ്റും. ഒരു കടയിൽ പോയിട്ട് തലവേദനയ്ക്ക് ഒരു മരുന്ന് എന്ന് പറയുന്നത് പോലെ അത്ര സിമ്പിളായിട്ട് നിങ്ങൾ കാര്യങ്ങളെ കാണരുത്. ഓരോ അസുഖം ഉള്ളവർക്കും, ഇപ്പോൾ ലിവറിന് ഓൾറെഡി ഡാമേജ് ഉള്ള ആൾക്കാർ ഇത്രയും മരുന്നുകൾ കൂടെ കഴിക്കുമ്പോൾ അത് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഒരു രജിസ്റ്റേർഡ് പ്രാക്ടീഷണറിൻ്റെ അടുത്ത് പോയിട്ട് മരുന്ന് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും ഏതൊക്കെ മരുന്നുകളാണ് കഴിക്കാൻ സേഫ്, ഏതൊക്കെ കഴിക്കാൻ പാടില്ല എന്ന് ചോദിച്ച് മനസ്സിലാക്കേണ്ടതും പറഞ്ഞു തരേണ്ടതും രണ്ടുപേരുടെയും ഉത്തരവാദിത്തമാണ്. പിന്നെ ഇത്രയും ലോങ് ടേമിൽ മരുന്നുകൾ കഴിക്കുമ്പോൾ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്തായാലും, ഏത് മരുന്നായിക്കോട്ടെ, എന്ത് ഭക്ഷണമായിക്കോട്ടെ, നമ്മൾ ഒരു പറഞ്ഞ പ്രിസ്ക്രൈബ്ഡ് ക്വാണ്ടിറ്റി അല്ലാതെ വളരെയധികം ക്വാണ്ടിറ്റിയിൽ ആഹാരമായാലും ഔഷധമായാലും ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ കോംപ്ലിക്കേഷൻസും ഏതൊരു ആഹാര പദാർത്ഥമാണെങ്കിലും ഏതൊരു മരുന്നാണെങ്കിലും അത് കരളിനെ ബാധിക്കും. രണ്ടാമതായിട്ട്, ഈ മരുന്നുകൾ
വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് മുൻപ് നിങ്ങൾ രണ്ടാമതൊന്ന് ആലോചിക്കണം. കാരണം നിങ്ങൾ എന്ന വ്യക്തിയല്ല അടുത്ത ആൾ. ഒരേ മരുന്ന് തന്നെ മറ്റേ ആൾക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് അസുഖം മാറിക്കൊള്ളണം എന്നില്ല. അയാളുടെ പല ഘടകങ്ങളും ചേർന്ന് ആലോചിച്ചിട്ടാണ് ഒരു ഡോക്ടർ ഒരു മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. ഇതെല്ലാം കൂടി വരുമ്പോൾ നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ നൂറ്റാണ്ടുകളായിട്ട് ഉപയോഗിച്ച് വരുന്ന ഔഷധങ്ങളാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. പുതിയൊരു മരുന്ന് കണ്ടുപിടിച്ച് അതിന് റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കേണ്ട ആവശ്യകത നമുക്ക് ഇപ്പോൾ നിലവിലില്ല. കാരണം ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മരുന്നുകൾ നമ്മൾ റിസർച്ച് ചെയ്ത് ക്രോഡീകരിച്ച് എടുത്തു വച്ചിട്ടുണ്ട്. പുതിയതായിട്ട് ഒരു മരുന്ന് കണ്ടുപിടിക്കേണ്ടത് ആവശ്യകത ഇതുവരെ നമുക്ക് അതിൻ്റെ ഒരു ആവശ്യമില്ല. നമുക്ക് എല്ലാ മരുന്നുകളും ഫലവത്തായിട്ട് ഉപയോഗിച്ച് ഫലപ്രാപ്തി കണ്ട മരുന്നുകൾ എത്ര മരുന്നുകളാണ് നമ്മൾ രോഗികൾക്ക് കൊടുക്കുന്നത്. ഇപ്പം ചിറ്റമൃതിൻ്റെ ഒരു കാര്യം എടുക്കാം. ചിറ്റമൃത് ഹെപ്പാറ്റോ പ്രൊട്ടക്റ്റീവായ ഒരു മരുന്നാണ്. അത് ഹയർ ഡോസിൽ കഴിച്ചു കഴിഞ്ഞാലാണ് അത് നമുക്ക് ലിവറിന് പ്രശ്നം വരുന്നത്. ഹെപ്പാറ്റോ പ്രൊട്ടക്റ്റീവായ ഒരു മരുന്നിനെ കുറിച്ച് അത് ഹെപ്പാറ്റോ ടോക്സിറ്റി ഉണ്ടാക്കുന്നതെന്ന് പറയുന്നതിൻ്റെ യുക്തി നമ്മൾ തന്നെ നമ്മൾ യുക്തിപൂർവ്വം ചിന്തിക്കണം. അപ്പോൾ ആയുർവേദ മരുന്നുകൾ കഴിക്കുമ്പോൾ ഒരു രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണറിൻ്റെ കുറിപ്പടി മാത്രം ഉപയോഗിച്ച് മരുന്നുകൾ വാങ്ങുക. പറഞ്ഞ കാലയളവിൽ മാത്രം കഴിക്കുക. GMP സർട്ടിഫൈഡ് ആയിട്ടുള്ള കമ്പനി മരുന്നുകൾ തന്നെ ഉപയോഗിക്കുക. എന്തെങ്കിലും സംശയമുള്ള മരുന്നുകൾ കിട്ടിയാൽ തന്നെ അത് ചോദിച്ച് മനസ്സിലാക്കുക. ഡോക്ടറോടോ അതല്ലെങ്കിൽ ഒരു എക്സ്പേർട്ടിനോട് ചോദിച്ച് അത് മനസ്സിലാക്കി മാത്രം കഴിക്കുക. പറഞ്ഞ കാലയളവിൽ കഴിക്കുക. പറഞ്ഞ ഡോസിൽ കഴിക്കുക. വേറെ മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിലും വേറെ അസുഖങ്ങൾ ഉണ്ടെങ്കിലും അത് തുറന്ന് പറഞ്ഞ് മാത്രം മരുന്നുകൾ കഴിക്കുക. ഇതെല്ലാം ഒരു ഗിവ് ആൻഡ് ടേക്ക് ആണ്. ഡോക്ടറെ കാണുമ്പോഴും അതുപോലെ നമ്മുടെ അസുഖങ്ങൾ പറയുമ്പോഴും ഒക്കെ നമ്മൾ എന്ത് കൊടുക്കുന്നു, നമ്മൾ എന്ത് വിവരമാണ്, എന്ത് ഡാറ്റയാണ് അവർക്ക് കൊടുക്കുന്നത്, അതിനനുസരിച്ചാണ് നമുക്ക് മരുന്ന് പറഞ്ഞു തരിക. അതേ അളവിലും അതേ ഡോസിലും കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും സേഫായിട്ടുള്ള ഒരു ശാസ്ത്രശാഖ വേറെയില്ല.